നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. പിറവന്തൂർ വില്ലേജ് അസിസ്റ്റന്റ് തിരുവനന്തപുരം പട്ടം സ്വദേശി മുഹമ്മദ് ഖാനാണ് പിടിയിലായത്. ഭൂമി തരം മാറ്റി നൽകുന്നതിനാണ് കൈക്കൂലി വാങ്ങിയത്. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ക്ഷീരകർഷകർക്ക് സബ്സിഡിയോടെ പശുക്കളെ വാങ്ങാൻ സംസ്ഥാനത്ത് കിടാരി പാർക്കുകൾ സ്ഥാപിക്കും. എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസുകൾ സജ്ജീകരിക്കുമെന്നും മന്ത്രി. വേനൽ ചൂടിന് ആശ്വാസമായി കനത്ത മഴ. കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തു. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ പെയ്തത്. മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. പിറവന്തൂർ വില്ലേജ് അസിസ്റ്റന്റായ തിരുവനന്തപുരം പട്ടം സ്വദേശി മുഹമ്മദ് ഖാനെയാണ് വിജിലൻസ് പിടികൂടിയത്. ഭൂമി തരം മാറ്റി നൽകുന്നതിനാണ് കൈക്കൂലി വാങ്ങിയത്. ഭൂമി തരം മാറ്റുന്നതിന് 10,000 രൂപ കൈക്കൂലി വാങ്ങിയ പിറവന്തൂർ വില്ലേജ് അസിസ്റ്റന്റാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം പട്ടം സ്വദേശി മുഹമ്മദ് ഖാനാണ് വിജിലൻസിന്റെ പിടിയിലായത്. പരാതിക്കാരനായ പിറവന്തൂർ സ്വദേശിയുടെ അമ്മയുടെ പേരിലുള്ള 34 സെന്റ് സ്ഥലം തരം മാറ്റി നൽകുന്നതിന് ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെ വിവരം കൊല്ലം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയായിരുന്നു. പിറവന്തൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ വെച്ച് തുക കൈമാറുന്നതിനിടെ മുഹമ്മദ് ഖാനെ വിജിലൻസ് ഉദ്യോഗസ്ഥർ കൈയോടെ പിടികൂടുകയായിരുന്നു. തരം മാറ്റൽ നടപടിയുടെ ഭാഗമായി ഭൂമിയുടെ ന്യായവില കണക്കാക്കുന്നതിനായി പുനലൂർ RD ഓഫീസിൽ നിന്ന് ഫയൽ പിറവന്തൂർ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചിരുന്നു. നടപടി പൂർത്തിയാക്കി ഫയൽ തിരികെ RD ഓഫീസിലേക്ക് അയച്ചെങ്കിലും റിപ്പോർട്ടിൽ അപാകത ശ്രദ്ധയിൽപ്പെട്ടതോടെ വില്ലേജ് ഓഫീസിലേക്ക് തിരികെ അയച്ചു. വില്ലേജ് ഓഫീസിലെത്തി അന്വേഷിച്ചപ്പോൾ ഫയൽ കാണുന്നില്ലെന്ന മറുപടിയാണ് പരാതിക്കാരൻ ലഭിച്ചത്. പല പ്രാവശ്യം ഓഫീസ് കയറിയിറങ്ങിയെങ്കിലും കാര്യം നടന്നില്ല. ഇതോടെ പരാതിക്കാരൻ ഓഫീസറുമായി പരിചയമുള്ള സുഹൃത്തു വഴി കാരണം അന്വേഷിച്ചപ്പോഴാണ് 10,000 രൂപ നൽകിയാൽ കാര്യം ശരിയാക്കാമെന്ന് മുഹമ്മദ് ഖാൻ അറിയിച്ചത്. അങ്ങനെയാണ് പരാതിക്കാരൻ കൊല്ലം വിജിലൻസിനെ വിവരം അറിയിച്ചത്. വിജിലൻസ് ഒരുക്കിയ കെണിയിൽ മുഹമ്മദ് ഖാൻ കുടുങ്ങുകയായിരുന്നു. സർവീസിൽ നിന്ന് വിരമിക്കാൻ 3 മാസം മാത്രം ബാക്കിയിരിക്കെയാണ് കൈക്കൂലി കേസിൽ മുഹമ്മദ് ഖാൻ അറസ്റ്റിലായത്. വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് SS ബൈജു, ഉദ്യോഗസ്ഥരായ ബിജു, ജസ്റ്റിൻ ജോൺ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് മുഹമ്മദ് ഖാനെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 2031 പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ 14% വർധനവുണ്ടായി. ക്ഷീര കർഷകർക്ക് സബ്സിഡിയോടെ പശുക്കളെ വാങ്ങാൻ സംസ്ഥാനത്ത് കിടാരി പാർക്കുകൾ സ്ഥാപിക്കും. എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസുകൾ സജ്ജീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇൻ ബൊവൈൻ പ്രൊഡക്ഷൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 2031 സംസ്ഥാനം പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ കുളത്തൂപ്പുഴ ഫാമിൽ സ്ഥാപിക്കുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇൻ ബൊവൈൻ പ്രൊഡക്ഷൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഏത് വന്ധ്യതയുള്ള പശുക്കളുണ്ടെങ്കിലും വെറ്റിനറി ഡോക്ടർമാർ മുഖേന അവർക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് അവയുടെ വന്ധ്യത മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തനത്തിൽ അതോടൊപ്പം തന്നെ മറ്റൊരു പദ്ധതി നമ്മളിപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്നു, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധി ബയോടെക്നോളജി. അവരുടെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തെ സ്ഥാപനമാണ്. അതിൻ്റെ ഒരു ശാഖ ഇന്ന് കൊല്ലത്ത് തുടങ്ങി. പശുക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരുടെ ബ്ലഡ് ഉൾപ്പെടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളും നോക്കുമെങ്കിൽ മനുഷ്യന്റെ COVID-19 ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും നമുക്ക് അവിടെ തന്നെ നടത്തിയെടുക്കുവാൻ പറ്റാവുന്ന തരത്തിൽ മനുഷ്യനും മൃഗങ്ങൾക്കും ഉപയോഗപ്രദമായ നിലയിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് അതൊരു പുത്തൻ ഉണർവ് തന്നുകൊണ്ടാണ് നമ്മുടെ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ ഒരു ശാഖ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമുക്കിപ്പോൾ കൊല്ലം ജില്ലയിൽ സ്ഥാപനം. അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി ഈ മേഖല പോയി. സംസ്ഥാനത്ത് പാലുൽപാദനത്തിൽ 14% വർധനവുണ്ടായി. പ്രതിവർഷം 25.27 ലക്ഷം മെട്രിക് ടൺ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 2031 ഓരോ പശുവിൻ്റെയും ശരാശരി ഉൽപ്പാദനക്ഷമത
12.5% ഉയർത്തും. ഇതോടൊപ്പം മുട്ട, മാംസം എന്നിവയുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കും. ആധുനിക പ്രജനന രീതികൾ അവലംബിച്ച് മികച്ച ജനിതക ഗുണമുള്ള പശുക്കളെ വികസിപ്പിച്ചെടുക്കും. പുത്തൻ സാങ്കേതിക വിദ്യയിലൂടെ തരംതിരിച്ച ബീജം കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും വെറ്ററിനറി ആംബുലൻസുകൾ സജ്ജീകരിക്കും. ക്ഷീരകർഷകർക്ക് സബ്സിഡിയോടുകൂടി പശുക്കളെ വാങ്ങാൻ സംസ്ഥാനത്തുടനീളം കിടാരി പാർക്കുകൾ സ്ഥാപിക്കും. സംസ്ഥാനത്ത് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും. മിൽമ കേരളത്തിൽ ലാഭകരമായി മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 80 കോടി രൂപ ചെലവഴിച്ചാണ് റിസർച്ച് സെന്റർ നിർമ്മിക്കുന്നത്. ആദ്യഘട്ടം 15 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. പ്രാഥമിക ഘട്ടത്തിൽ 200ഓളം പശുക്കളെയാണ് വളർത്തുന്നത്. പരിപാടിയിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ മൊബൈൽ സർജറി യൂണിറ്റിലേക്കുള്ള സർജറി കിറ്റുകൾ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തീറ്റപ്പുൽ കൃഷി പദ്ധതി പ്രകാരം ജില്ലയിൽ വിജയകരമായി തീറ്റപ്പുൽ കൃഷി പൂർത്തീകരിച്ച ക്ഷീരകർഷകർക്കുള്ള ധനസഹായവും കൈമാറി. മാട്ടുപ്പെട്ടി യൂണിറ്റിൽ ആരംഭിക്കുന്ന സെന്റർ ഫോർ അഡ്വാൻസ്മെന്റ് ഇൻ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ടിവിറ്റി ആൻഡ് റിസർച്ചിന്റെ ധാരണാപത്രം KLDC ബോർഡും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോടും പരസ്പരം കൈമാറി. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബീവി, KLD ബോർഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ R രാജീവ്, മാനേജർ ഡോക്ടർ PS അരുൺകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനി ടോം, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം B സുനിൽകുമാർ, KLD ബോർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ T സജീവ് കുമാർ, മൃഗസംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സിന്ധു, കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മേധാവികളായ ഡോക്ടർ ചിത്ര, സജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. രാജ്യത്തെ സുസംഘടിതമായ കശുവണ്ടി മേഖല പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. വ്യവസായത്തിന്റെ പുനരുജ്ജീവന പാക്കേജ് 2 വർഷമായി നടപ്പാക്കുന്നുണ്ട്. ഭക്ഷ്യനിർമ്മാണ അനുബന്ധ മേഖലകളിൽ സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കാൻ 10 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചതായും മന്ത്രി പറഞ്ഞു. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് കൊട്ടാരക്കര ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും കൊട്ടാരക്കരയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സുസംഘടിതമായ കശുവണ്ടി മേഖല പ്രവർത്തിക്കുന്നത് കേരളത്തിലാണെന്ന് മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് കൊട്ടാരക്കര ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസ്, ഇൻസ്പെക്ടർ ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 57,275 കശുവണ്ടി തൊഴിലാളികൾക്ക് പ്രതിമാസം 2,000 രൂപ പെൻഷൻ നൽകുന്നു. കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മക്കളിൽ 453 പേർക്ക് സ്കോളർഷിപ്പ്, 14 പേർക്ക് വിവാഹ ധനസഹായം, ജോലിയിലിരിക്കെ അവശരായവർക്കും പൂട്ടിയ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്കും എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെ കശുവണ്ടി മേഖലയിൽ വേണ്ട ഇടപെടൽ സർക്കാർ നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായത്തിന്റെ പുനരുജ്ജീവന പാക്കേജ് 2 വർഷമായി നടപ്പാക്കുന്നു. ഭക്ഷ്യനിർമ്മാണ അനുബന്ധ മേഖലകളിൽ സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കാൻ ബജറ്റിൽ 10 കോടി രൂപ നീക്കിവെച്ചതായും മന്ത്രി വ്യക്തമാക്കി. നമ്മളുണ്ടാക്കുന്ന സ്വയാർജിതമായ പ്രതിസന്ധിയല്ല. കശുവണ്ടി വന്നുകൊണ്ടിരുന്നത് തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ആഫ്രിക്കയിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെയാണ്. അവിടെ ഉള്ളവർ ഇതിൻ്റെ പ്രോസസ്സിങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെക്കാളും വില കുറച്ച് ഇവിടെ കൊണ്ട് തള്ളുകയാണ്. പുഴുങ്ങി കട്ട് ചെയ്യുന്ന സാധനം ഉൾപ്പെടില്ല. പുഴുങ്ങി കട്ട് ചെയ്യുന്ന കശുവണ്ടിക്ക് ഡ്രം റോസ്റ്റഡിൻ്റെ ടേസ്റ്റും ഇല്ല, ഗുണവും ഇല്ല, കറയൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കയറ്റി അയക്കുമ്പോൾ ഷെൽഫിലിരിക്കുമ്പം ഇത് കുറച്ച് തിന്നുമ്പോൾ അറിയത്തില്ല. ഏതൊക്കെ കൊണ്ടുണ്ടായിട്ടുള്ള നമുക്ക് കുറച്ച് നമ്മുടെ വ്യവസായത്തിന് തന്നെ ഉള്ള വലിയ ഭീഷണിയുണ്ട്. പിന്നെ ഇറക്കുമതിയുടെ ചുങ്കത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്ന പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇന്ത്യയിൽ ഏറ്റവും സുസംഘടിതമായി ഈ കശുവണ്ടി മേഖല നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകും, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടിനും കേരളത്തിൽ നിന്നുള്ള കശുവണ്ടിക്കും വലിയ പരിപ്പിനും വലിയ ഡിമാൻഡാണ്. ഈ മേഖലയെ നന്നായി സ്വകാര്യ വ്യവസായികളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയാണ് ശ്രീ ബാബുമൻ. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ്, അവരുടെ സഹോദരന്മാരുടെ അടങ്ങുന്ന ഗ്രൂപ്പ് തന്നെ നല്ലതുപോലെ ഈ കശുവണ്ടി വ്യവസായം നടത്തുന്നുണ്ട്. നമ്മുടെ കാപ്പക്സും കശുവണ്ടി കോർപ്പറേഷനും നന്നായി നടക്കുന്നു. ഈ പറഞ്ഞ ഇന്നലെയും അവർക്ക് പുതിയ കശുവണ്ടി എടുക്കുന്നതിന് കാർഷിക ബോർഡ് പണം ചോദിച്ച് വീണ്ടും വന്നിരുന്നു. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ K സുഭകൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ എൽമിനി, ബോർഡ് ഡയറക്ടർമാരായ അയത്തിൽ സോമൻ, കുന്നത്തൂർ ഗോവിന്ദപിള്ള, G വേണുഗോപാൽ, ബാബു ഉമ്മൻ, ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ A ബിന്ദു, കൊട്ടാരക്കര ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ K ജാലിസ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കരയിലെ മുൻ UDF സ്ഥാനാർത്ഥി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും കാര്യങ്ങൾ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പാർട്ടിയുമായി ആലോചിച്ച് മറുപടി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിൽ ചേർന്ന R രശ്മിയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരുന്നു കൊടിക്കുന്നിലിന്റെ മറുപടി. എന്താണെന്ന് സംഭവം ഞാൻ അറിഞ്ഞില്ല, വിശദാംശങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാനത് വിശദാംശങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളോട് പ്രതികരിക്കാം.
അത് ഞാൻ വിശദീകരിക്കുക. അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അവരെന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. നിങ്ങൾ പറയുന്ന അറിവേ എനിക്കുള്ളൂ. അത് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രതികരിക്കാം. സംസാരിച്ചിട്ടുണ്ടാകാം. രശ്മി പറഞ്ഞാൽ പിന്നെ സംസാരിച്ചിട്ടുണ്ടാകാം. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രശ്മി എന്താണോ പറഞ്ഞത് അതിൻ്റെ പൂർണ്ണമായ വീഡിയോ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം മാത്രമേ മറുപടി പറയാൻ കഴിയൂ. നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. ഇതെല്ലാം ഞാൻ പരിശോധിച്ച് അവരെന്താണ് പറഞ്ഞത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പാർട്ടി വിട്ടുപോയത്, അതെന്താണ് കാരണമെന്ന് അവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായി നിങ്ങളോട് മറുപടി പറയാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളെ ഞാൻ വിളിക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊട്ടാരക്കരയിലെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് അവരുടെയും കൂടി അഭിപ്രായം കേട്ടതിന് ശേഷമുള്ള ഒരു മറുപടി ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓച്ചിറ ക്ലാപ്പനയിൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടി. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ക്ലാപ്പന കോട്ടയ്ക്കുപുറം സ്വദേശി നിഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് കഞ്ചാവും MDMA ടാബ്ലറ്റുകളും ഉൾപ്പെടെയാണ് പിടികൂടിയത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് CPയുടെ നേതൃത്വത്തിൽ ക്ലാപ്പനയിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവും MDMA ഗുളികയും MDMAയുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. കരുനാഗപ്പള്ളി ക്ലാപ്പന കോട്ടയ്ക്കുപുറം ദേശത്ത് ഷഹനാസ് മൻസിലിൽ 25-കാരനായ നിഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 204 ഗ്രാം കഞ്ചാവും 3.11 ഗ്രാം MDMAയും 5 MDMA ടാബ്ലറ്റുകളും പിടിച്ചെടുത്തു. സാധാരണ കാണാറുള്ള MDMAയേക്കാൾ വീര്യം കൂടിയ ടാബ്ലറ്റ് രൂപത്തിലുള്ള MDMA ഒരെണ്ണം 4000 രൂപയ്ക്കാണ് ഇയാൾ വിൽപ്പന നടത്തി വന്നത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് നിർമ്മലൻ തമ്പി, പ്രിവന്റീവ് ഓഫീസർ പ്രസാദ് കുമാർ, സിഇഒമാരായ അനീഷ് എംആർ, അജിത്ത് BS, സൂരജ് PS, ബാലു S സുന്ദർ, അഭിരാം H, വർഷ വിവേക് എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വേനൽ ചൂടിന് ആശ്വാസമായി കനത്ത മഴ. കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തു. കിഴക്കൻ മേഖലയിലും മഴ രേഖപ്പെടുത്തി. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ പെയ്തത്. മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പെയ്തു. വേനൽ ചൂടിന് ശമനമായി മഴ പെയ്തിറങ്ങിയത് കർഷകർക്കുൾപ്പെടെ താൽക്കാലിക ആശ്വാസവുമായി. ചൂട് കൂടി സൂര്യാഘാതം ഉൾപ്പെടെ ഏൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു മഴ പെയ്തത്. വേനലിൽ കിണറുകളിലും ജലാശയങ്ങളിലും വെള്ളമില്ലാതെ ഫലവൃക്ഷങ്ങളും കാർഷിക വിളകളും കരിഞ്ഞുണങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. തെന്മല ഡാമിൽ നിന്നുള്ള വെള്ളം കനാൽ വഴി തുറന്നുവിട്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും തെക്കൻ കേരളത്തിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് BJP ജില്ലാ പ്രസിഡന്റിന്റെ മകന് RSSകാരുടെ മർദ്ദനം. ശാസ്താംകോട്ട കുമരംചിറ ഉത്സവത്തിനിടെയായിരുന്നു സംഘർഷം. കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകൻ പൃഥ്വിരാജിനാണ് മർദ്ദനമേറ്റത്. ക്ഷേത്രോത്സവത്തിനിടെ BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ മകനെ RSS പ്രവർത്തകർ മർദ്ദിച്ചു. രാജീവ് പ്രസാദിന്റെ മകൻ പൃഥ്വിരാജിന്റെ തലയ്ക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ശൂരനാട് പോലീസ് കേസെടുത്തു. എന്നാൽ മർദ്ദനത്തിനു പിന്നിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഇല്ലെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കുമരഞ്ചിറ ക്ഷേത്രോത്സവത്തിനിടെയാണ് യുവാക്കൾ തമ്മിൽ വാക്കേറ്റവും ഏറ്റുമുട്ടലും ഉണ്ടായത്. രാജീവ് പ്രസാദിന്റെ മകൻ പൃഥ്വിരാജിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മറ്റൊരാളുടെ ദേഹത്ത് തട്ടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ പൃഥ്വിരാജിന്റെ തലയ്ക്ക് പരിക്കേറ്റു. തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മർദ്ദിച്ച യുവാക്കൾക്കെതിരെ കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, ശൂരനാട്. ഉത്സവത്തിന് പോകാനായി ബൈക്ക് മോഷ്ടിച്ച യുവാവ് അറസ്റ്റിൽ. അഞ്ചൽ നെട്ടയം സ്വദേശി സന്ദീപാണ് അറസ്റ്റിലായത്. ഉത്സവം കാണാനായി ബൈക്ക് മോഷ്ടിച്ച യുവാവാണ് അറസ്റ്റിലായത്. അഞ്ചൽ നെട്ടയം സ്വദേശി 20-കാരനായ സന്ദീപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ബൈക്കുമായി ഉത്സവത്തിന് പോയപ്പോൾ അപകടം സംഭവിച്ചു. പരിക്കേറ്റ സന്ദീപ് ബൈക്ക് ഉപേക്ഷിച്ച് മടങ്ങി വീട്ടിലെത്തി. അയൽവാസിയായ മംഗളാനന്ദന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്.
മംഗളാനന്ദൻ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് സന്ദീപ് പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയാണ് സന്ദീപെന്ന് പോലീസ് പറഞ്ഞു. ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം ചെയ്തെടുത്തുകൊണ്ട് പോയതായി ഒരു പരാതി ലഭിക്കുകയും അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സന്ദീപ് എന്ന നേരത്തെ ഇതുപോലെ മോഷണ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളെ സംശയിക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്കൂട്ടർ മോഷണം ചെയ്ത സ്കൂട്ടർ നമ്മൾ ആലഞ്ചേരി സമീപത്ത് കൈതാടി ഭാഗത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അത് നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ഈ പ്രതിയെ പറ്റി അന്വേഷിച്ചപ്പോൾ പ്രതി നെട്ടയം ഭാഗത്ത് വെച്ച് പ്രതിയെ കാണുകയും അയാളെ നമ്മളെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവന്ന് അന്വേഷിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിൽ ഇയാളാണ് മോഷണം ചെയ്തതെന്ന് നമുക്ക് വെളിവായി. അതിനെ തുടർന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റേഷനിൽ സൂക്ഷിച്ചു വരികയാണ്. അപ്പോൾ അന്വേഷിച്ചതിൽ ഈ പ്രതിക്ക് ഈ സന്ദീപിന് തെമ്മല പോലീസ് സ്റ്റേഷനിലും മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും നിരവധി മോഷണ കേസുകൾ നിലവിലുള്ളതായിട്ട് അറിയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇന്ന് ബഹുമാനപ്പെട്ട പുനലൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സഹിതം ഹാജരാക്കുകയും ചെയ്തു. ഏരൂർ SI ഫൈസലിന്റെ നേതൃത്വത്തിലാണ് സന്ദീപിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ കുന്നത്തൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടത്തി. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും സംയുക്തമായാണ് ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പയിന്റെ കുന്നത്തൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കോവൂർ കുഞ്ഞുമോൻ MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതും ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുക. നമ്മുടെ ബിന്ദു ഡോക്ടറും അതേപോലെ തന്നെ ലതേഷ് ഡോക്ടറും പൂജ ഡോക്ടറൊന്നും ഇവിടെ വന്നില്ല, അന്ന് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകൾ ഒരിക്കലും ലഘൂകരിച്ച് കാണാൻ നമുക്ക് കഴിയും. എൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടർമാർ അവർ ആശുപത്രിയിൽ വന്നാൽ ഒരു രോഗിയുടെ പരിചരണം, ആ രോഗിയെ കാണുമ്പോൾ പുഞ്ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഡോക്ടർമാരെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയത് എല്ലാവരും ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എത്രത്തോളം മാറാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. സ്കൂളുകളിൽ ഉൾപ്പെടെ ഇത്തരം പരിപാടികൾ നടത്തുന്നത്, അത് നേരിൽ കാണുന്നത്, കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം ഭാഗമാകുന്നത്, ചെറുപ്പത്തിലെ ഇത്തരം പരിപാടികളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B ശിവശങ്കരപിള്ള സ്വാഗതം പറഞ്ഞു. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ബിന്ദു V, ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ വിനീത R പുഷ്കരൻ, നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ പൂജ P എന്നിവർ പദ്ധതി വിശദീകരിച്ചു. സാർ പറഞ്ഞാൽ 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം, അത് നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. കാരണം പൂർണ്ണമായ ആഹാരം കഴിക്കണമെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ കൃത്യമായ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഈറ്റ് വെൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K കലാദേവി, ദീപാചന്ദ്രൻ, റമീസ്, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഹറുനിസ ബീഗം, പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു I നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി ചിറ്റുമൂല മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. പുതിയകാവ് ചക്കുവള്ളി റോഡിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 42.439 കോടിയാണ് നിർമ്മാണ ചെലവ്. പുതിയകാവ് ചക്കുവള്ളി റൂട്ടിൽ ചിറ്റുമൂല റെയിൽവേ ക്രോസിൽ നിർമ്മിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിന് 2022 ഓഗസ്റ്റിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ്ങിൽ 2022 ഓഗസ്റ്റ് മാസം റെയിൽവേ മേൽപ്പാലത്തിന്റെ സ്പാനും അപ്രോച്ച് റോഡും ഉൾപ്പെടെ 583 മീറ്റർ നീളവും ഒരു വശം നടപ്പാതയോടുകൂടി 10.20 മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം വിഭാവനം ചെയ്തിട്ടുള്ളത്. 56 സ്വകാര്യ വ്യക്തികളിൽ നിന്ന് 10.25 കോടി ചെലവഴിച്ച ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലത്തിന്റെ റെയിൽവേ സ്പാൻ റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുന്നത്. സ്പാൻ ഒഴികെ 24.19 കോടി രൂപയാണ് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക. നിർമ്മാണം, വസ്തു ഏറ്റെടുക്കൽ,
യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെ 42.439 കോടി രൂപയാണ് ആകെ ചെലവ്. ചിറ്റുമൂല റെയിൽവേ ക്രോസ് ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ പുതിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ, റോഡുകൾ നിരവധിയാണ്. ജനങ്ങളാകെ അനുഭവിച്ചറിഞ്ഞ മാറ്റങ്ങളാണ് പശ്ചാത്തല വികസന മേഖലയിൽ. മേൽപ്പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിൽ കേരളം കൈവരിച്ച മുന്നേറ്റം ഈ നാടാകുന്നത്. റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ പോലെ തന്നെ കെട്ടിടങ്ങൾ. ഇപ്പോ BMNBC റോഡുകൾ കേരളത്തിൽ വലിയ നിലയിലേക്ക് വന്നു. ഇതിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് 5-8 വർഷം BMNBC റോഡുകൾക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷത്തിൽ അറിയിക്കുക. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നജീബ് മണ്ണേൽ, ദീപാചന്ദ്രൻ, വരുൺ ആലപ്പാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസ തൈക്കൂട്ടത്തിൽ, റസീന അൻവർ, നാദിർ ഷായൻ, ഷാജി, അഡ്വക്കേറ്റ് KA ജവാദ്, P രാജു, AA ജബ്ബാർ, ആദിനാട് സൈനുദ്ദീൻ, RBDCK ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. റെയിൽവേ ബ്രിഡ്ജസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർവഹണ ഏജൻസി. 2 വർഷമാണ് പൂർത്തീകരണ കാലാവധി. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധനയും തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഓടനാവട്ടത്ത് കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളിൽ സംരംഭകത്വം വളർത്തുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഓടനാവട്ടത്ത് കുടുംബശ്രീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിലെ സ്വയം സംരംഭകർക്ക് വരുമാനദായകമായ പദ്ധതികളുടെ ഒരു സ്കീമാണ് ഇവിടെ ആരംഭിച്ചത്. അതിപ്പം ചിപ്സ് ഉണ്ടാക്കുന്നതും മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു യൂണിറ്റാണ്. അതിനകത്ത് ചെറിയ മെഷീനുണ്ട്, സൗകര്യങ്ങളുണ്ട്, പ്രൊഡ്യൂസർ യൂണിറ്റാണ്. മറ്റുള്ള ഈ സ്വയം സംരംഭകരായിട്ടുള്ള ആളുകൾക്കുള്ള സഹായമുണ്ട്. കുടുംബശ്രീ ഒരു വലിയ പ്രസ്ഥാനമാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പുതിയ ബഡ്ജറ്റിൽ നിലവിലുള്ള കുടുംബശ്രീക്ക് 180 കോടിയോളം രൂപ കൊടുക്കുന്നത് കൂടാതെ നമ്മള് 22 കോടി രൂപ ഈ നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനുള്ള സ്ഥാപനങ്ങളെ ബന്ധപ്പെടുത്തി ചെയ്യാനുള്ള കാര്യം ചെയ്യും. എന്നാൽ നല്ല നിലവാരമുള്ള ഉൽപ്പന്നങ്ങള് യൂണിവേഴ്സിറ്റിയിലും മറ്റ് റിസർച്ച് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പാക്കിങ്ങിനുള്ള സൗകര്യങ്ങളും മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യം. അപ്പൊ അത് വരുമ്പോൾ നല്ലപോലെ ഇത് വിൽക്കാൻ പറ്റും. അതിനുള്ള പണം ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ്. കുടുംബശ്രീയുടെ സ്വയം സഹായ സംഘങ്ങളിലൂടെ വായ്പ ലഭ്യമാക്കി അംഗങ്ങൾക്ക് വരുമാനദായകമായ വിവിധ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞു. ബജറ്റിൽ 180 കോടി രൂപ കുടുംബശ്രീക്കായി വകയിരുത്തി. കാർഷിക വ്യവസായിക മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നൂതന കുടുംബശ്രീ സംരംഭങ്ങൾക്ക് 22.5 കോടി രൂപ സാമ്പത്തിക സഹായമായി നൽകും. സാങ്കേതിക മേഖലകളിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CDS ചെയർപേഴ്സൺ ശൈലജ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിലീപ് കുമാർ, വാർഡംഗങ്ങളായ വിഷ്ണു രവീന്ദ്രൻ, ജയന്തി മധു, മനോജ്, വത്സമ തോമസ്, സുന്ദരൻ, പ്രമോദ്, ഇന്ദിര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ട. പ്രധാന വാർത്തകൾ വീണ്ടും. 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. പിറവന്തൂർ വില്ലേജ് അസിസ്റ്റന്റ് തിരുവനന്തപുരം പട്ടം സ്വദേശി മുഹമ്മദ് ഖാനാണ് പിടിയിലായത്. ഭൂമി തരം മാറ്റി നൽകുന്നതിനാണ് കൈക്കൂലി വാങ്ങിയത്. പാലുൽപാദനത്തിൽ സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ക്ഷീരകർഷകർക്ക് സബ്സിഡിയോടെ പശുക്കളെ വാങ്ങാൻ സംസ്ഥാനത്ത് കിടാരി പാർക്കുകൾ സ്ഥാപിക്കും. എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസുകൾ സജ്ജീകരിക്കുമെന്നും മന്ത്രി. വേനൽ ചൂടിന് ആശ്വാസമായി കനത്ത മഴ. കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ പെയ്തു. ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ പെയ്തത്. മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.